السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, ഒരിക്കൽ കൂടി നിങ്ങളെ അഭിമുഖീകരിക്കാൻ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് ചില നസീഹത്തുകൾ പരസ്പരം കൈമാറാനും അവസരമുണ്ടായതിന് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ സന്ദർഭത്തിൽ എനിക്കും അതുപോലെ നിങ്ങൾക്കും ഒരുപോലെ ഉപകരിക്കുന്ന ചില ചില്ലറ കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, അതേസമയം അത് വീണ്ടും ഒരിക്കൽ കൂടി ഒരു മുദാക്കറ, ഒരിക്കൽ കൂടി അത് ഒന്ന് ഗൃഹപാഠം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് ഫമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഈമാൻ ഉൾക്കൊണ്ടിട്ടുള്ള മനുഷ്യരെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. ലാ തുൽഹികും, നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങൾ, അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, അവനെ ഓർക്കുന്നതിൽ നിന്ന്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, അഥവാ അവന്റെ സമ്പത്ത്, അവന്റെ സന്താനം അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് തടസ്സമായി തീർന്നാൽ, ഫൗലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് പരാജിതരായ ആളുകൾ. ഈ ആയത്ത് വെള്ളിയാഴ്ച ജുമുഅയിൽ സാധാരണ പാരായണം ചെയ്യുന്ന ഒരു വചനമാണ്. ആവർത്തിച്ച് നമ്മളത് കേൾക്കാറുള്ളതാണ്. ഞാനത് പാരായണം ചെയ്യുമ്പോൾ തന്നെ ആ ആയത്തിന്റെ ലഫ്ളുകളും അതിന്റെ സാമാന്യമായ അർത്ഥവും പലർക്കും അത് മനസ്സിലായിട്ടുള്ളതുമാണ്. പക്ഷെ ഞാനിവിടെ അത് ഉദ്ധരിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ്. ജീവിതം, നമ്മുടെ ജീവിതം
മുൻകാലത്തെ അപേക്ഷിച്ച് വളരെ വളരെ സങ്കീർണമായി കഴിഞ്ഞിരിക്കുന്നു. മുൻകാലത്തുള്ള മനുഷ്യരുടെ ജീവിതം അത് ലളിതമാണ്. ഒരു 50 വർഷത്തിന് അല്ലെങ്കിൽ ഒരു 30 വർഷം പിറകോട്ട് പോയാൽ തന്നെ മനുഷ്യരുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ അത് വളരെ ലളിതമായിരുന്നു. ഇന്ന് മനുഷ്യജീവിതം അത്ര ലളിതമല്ല, അതിസങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. നാൾക്ക് നാൾ അതിന്റെ സങ്കീർണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സങ്കീർണതകളെല്ലാം തന്നെ അവന്റെ സമ്പത്തുമായും അവന്റെ സന്താനങ്ങളുമായും ബന്ധപ്പെട്ടതുമാണ്. ജീവിതത്തിൽ നിന്ന് മെല്ലെ രക്ഷപ്പെട്ട് കയറിപ്പോരുക എന്നത് അത്ര എളുപ്പമല്ലാതാക്കി തീർത്തിരിക്കുന്നു ഇന്നത്തെ ജീവിതത്തിന്റെ അവസ്ഥകൾ. ദീനിന്റെ കാര്യത്തിലേക്ക് അവന് ഒരിക്കലും ശ്രദ്ധിക്കാൻ പറ്റാതെ ദുനിയാവിന്റെ കാര്യത്തിൽ തന്നെ അവനങ്ങോട്ട് വലഞ്ഞു പോകുന്ന, അതിലങ്ങോട്ട് കുഴങ്ങിപ്പോകുന്ന ഒരവസ്ഥാവിശേഷം മനുഷ്യനുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അതെല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ്. ഞാനത് പറയുമ്പോ ശരി തന്നെ എന്ന് ഓരോരുത്തരുടെയും മനസ്സിൽ വരുന്നു. മുമ്പൊക്കെ കുറച്ച് അധ്വാനിച്ചു, അതിൽ നിന്ന് നമുക്ക് വേണ്ട, നമ്മുടെ കുടുംബത്തിന് വേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ സമ്പാദിച്ചു, നേടി, അങ്ങനെ ലളിതമായി ജീവിതം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ അത്ര ലളിതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം അതിസങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവ് വിട്ട് ദീനിന്റെ കാര്യത്തിലേക്ക് വരാൻ, അള്ളാഹുവിനെ ഓർക്കാൻ, അവനെ സ്മരിക്കുകയാണെങ്കിൽ തന്നെ അതിന് പൂർണ്ണമായി നമ്മുടെ മനസ്സ് നൽകാൻ നമുക്ക് കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് അത്തരമൊരു സ്ഥിതിവിശേഷമാണ് എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മള് ഇവിടെ വന്നത് എന്തിനാണ് എന്ന് മറന്നു പോകുന്ന ഇതിനാണ് സ്വവാരിഫ്. അറബിയിൽ സാധാരണ പറയും സ്വവാരിഫ് എന്ന് പറയും, അല്ലെങ്കിൽ ശവാഗിൽ എന്ന് പറയും. നമ്മുടെ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു കളയുന്ന കാര്യങ്ങൾ, അതാണ് സ്വവാരിഫ്. നമ്മൾ ഏത് കാര്യത്തിലാണോ അടിസ്ഥാനപരമായി മുഴുകേണ്ടിയിരുന്നത് ആ കാര്യങ്ങളിൽ നിന്ന് നമ്മെ മറ്റു വിഷയങ്ങളിൽ വ്യാപൃതരാക്കുന്ന വിഷയങ്ങൾ, അതാണ് ശവാഗിലുകൾ. ശവാഗിലുകൾ കൂടിപ്പോയിട്ടുണ്ട്, സ്വവാരിഫുകൾ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തിന് നാം ഇവിടെ വന്നു എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനും അതിന് നമ്മുടെ ജീവിതത്തിന്റെ സമയം നൽകാനും അതിന് പൂർണ്ണ മനസ്സ് നൽകാനും സാധ്യമല്ലാത്ത സ്ഥിതിവിശേഷമാണ് ഇപ്പോഴത്തെ ജീവിതത്തിൽ സംജാതമായി കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും 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 ചിന്തിച്ച് അടിസ്ഥാന വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം, ഒരു മനുഷ്യന് ഭൂലോകത്ത് ജീവിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം, അയാൾ വുളൂ ചെയ്ത് മസ്ജിദിലേക്ക് വരാൻ വേണ്ടിയിട്ട് വുളൂ ചെയ്ത് ആ മസ്ജിദിലേക്ക് അയാൾ നടന്നു വരുന്ന സമയത്ത് അദബുകൾ പാലിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമസ്കാരത്തിൽ തന്നെയാണ്. അങ്ങനെ അദ്ദേഹം പള്ളിയിൽ വന്നതിന് ശേഷം നമസ്കരിക്കുന്നു, ഖിബിലക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്നു. ഇമാമിന്റെ കൂടെയാകാം, അല്ലെങ്കിൽ ഒറ്റക്കാകാം. അയാൾ നമസ്കരിക്കുന്ന സമയത്ത് 2 കൈയും കെട്ടി സ്പന്ദിക്കുന്ന ഹൃദയത്തിനു മീതെ കൈവച്ചിട്ട് ഇയ്യാക നഅ്ബുദ് വ ഇയ്യാക നസ്തഈൻ, ആ വാക്ക് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ജീവിതത്തിൽ എന്ത് കിട്ടിയാലും അതിന് സമമാകില്ല. അത്രയും വലിയൊരു സന്തോഷമാണ് ഒരു മുഅ്മിന്, യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക്, ഒരു മുഅ്മിനായ മനുഷ്യന് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം അതായിരിക്കും. എല്ലാം അവന്റെ എല്ലാ ബിസിനസിനെ കുറിച്ചുള്ള ചിന്തയും അങ്ങ് മാറ്റിവെച്ചു. അവന്റെ കുടുംബത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവന്റെ മക്കളെക്കുറിച്ച്, അവന്റെ അയൽപക്കത്തെക്കുറിച്ച്, മറ്റുള്ള ഒരു തരത്തിലുള്ള ബന്ധവും അതൊന്നും മനസ്സിൽ വരുന്നില്ല. അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് 2 കൈയും ഇങ്ങോട്ട് ഉയർത്തുന്നതോടുകൂടി അതെല്ലാം ഒരു മറയിട്ട് മറക്ക് പിന്നിലേക്ക് വെച്ചു.
എന്നിട്ട് കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിന്നിട്ട് കഅന്നക തറാ, നീ അള്ളാഹുവിനെ കാണുന്നു എങ്കിൽ എങ്ങനെയാണ് ഈ കർമ്മം അവന്റെ മുമ്പാകെ അവനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിർവഹിക്കുക? ആ വിധേന നിർവഹിക്കുന്നു. അങ്ങനെ ഹൃദയത്തിനു മീതെ കൈവച്ചിട്ട് പറയുന്നു, ഇയ്യാക നഅ്ബുദ്, അള്ളാഹുവേ ഞാനിവിടെ വന്നത് അതിനു വേണ്ടിയാണ്. ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. ഈ കാണുന്നതും നമ്മുടെ അറിവിൽ പെട്ടതും പെടാത്തതുമായ ഈ മഹാപ്രപഞ്ചങ്ങളെ മുഴുവനും സൃഷ്ടിക്കുകയും ഉടമപ്പെടുത്തുകയും നിലനിർത്തുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന റബ്ബായ അല്ലാഹ്, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ, നിനക്കു മാത്രം ഇബാദത്ത് ചെയ്യാൻ, നിനക്കുള്ള ഇബാദത്തിൽ മറ്റു ലക്ഷ്യങ്ങളൊന്നും കലർത്താതെ, മറ്റേതെങ്കിലും തരത്തിലുള്ള കളങ്കങ്ങളൊന്നും അതിൽ ചേർക്കാതെ നിന്റെ വജ്ഹ് കാണണം, സ്വർഗത്തിൽ പ്രവേശിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ പ്രവേശിക്കണം, സ്വർഗത്തിൽ വെച്ച് റബ്ബേ നിന്റെ വജ്ഹ് കാണാൻ ആ മഹാഭാഗ്യം എനിക്ക് കിട്ടണം. അതിനുവേണ്ടി ഞാൻ നിനക്ക് മാത്രമായി ഇബാദത്ത് ചെയ്യുന്നു. അതിൽ മറ്റ് യാതൊരു ലക്ഷ്യവും എനിക്ക് വേറെയില്ല. നിനക്ക് ഞാൻ വഴിപ്പെട്ടിരിക്കുന്നു, നിനക്ക് ഞാൻ വഴിപ്പെട്ടിരിക്കുന്നു. മറ്റൊന്നിനും ഞാൻ എന്റെ മനസ്സ് നൽകുന്നില്ല, എന്റെ ശരീരം നൽകുന്നില്ല. എന്റെ മനസ്സും ശരീരവും ജീവിതവും മരണവും മുഴുക്ക നിനക്ക് നൽകിയിരിക്കുന്നു. നിനക്കുള്ള ആ പൂർണ്ണമായ ആ വഴിപ്പെടൽ, അതാണ് ഉബൂദിയ്യ. ഞാനൊരു കാര്യം ചെയ്യുന്നത് അത് ആ കൂട്ടത്തിൽ ഒരാളാവാനല്ല. ഞാനൊരു കാര്യം ചെയ്തത് മറ്റാരോ ഞാൻ അങ്ങനെയാണെന്ന് തോന്നാനും തോന്നിപ്പിക്കാനുമല്ല. ഞാനൊരു കാര്യം അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്യുന്നത് അതുകൊണ്ട് ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു നേട്ടം എനിക്ക് കിട്ടാനല്ല. ഞാനൊരു കാര്യം ചെയ്യുന്നത് എന്റെ അഹംബോധത്തെ, എന്റെ ആ അഹംബോധത്തെ തൃപ്തിപ്പെടുത്താനല്ല. എനിക്കങ്ങനെ ഒരു അഹംബോധമില്ല. എനിക്ക് എന്റേതായ താല്പര്യങ്ങളില്ല. എന്റെ താല്പര്യം അള്ളാഹുവിന്റെ താല്പര്യമാണ്. അള്ളാഹുവിന്റെ ഹിതത്തിന്, അവന്റെ താല്പര്യത്തിന് ഞാൻ പൂർണ്ണമായി കീഴ്പ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്റെ ഇച്ഛകളെ, എന്റെ ആഗ്രഹങ്ങളെ, എന്റെ അഭിലാഷങ്ങളെ, എന്റെ ഹിതങ്ങളെ അള്ളാഹുവിന്റെ താല്പര്യത്തിന്, അവന്റെ ഹിതത്തിന് ഞാൻ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആ ഉബൂദിയ്യ, തഹ്ഖീഖുൽ ഉബൂദിയ്യ, അള്ളാഹുവിനുള്ള ഉബൂദിയ്യത്ത്, ആ വഴിപ്പെടൽ, ആ അടിമത്വം, അത് പൂർത്തീകരിച്ചുകൊണ്ട് പറയുന്നു ഇയ്യാക നഅ്ബുദ്. അതിനാ ഞാനിവിടെ വന്നത്. ആ ഉബൂദിയ്യത്ത് തഹ്ഖീഖ് ചെയ്യാൻ, അതിന്റെ ഭാഗമായിട്ട് ഞാൻ എന്റെ ശരീരാവയവങ്ങൾ കൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ ഞാൻ അത് ഇത്ര ഉയർത്താൻ പറഞ്ഞാൽ അത്ര ഉയർത്തി, രണ്ട് കൈയും ഉയർത്താൻ പറഞ്ഞാൽ രണ്ട് കൈയും ഉയർത്തി, വലത് ഇടതിന്റെ മുകളിൽ വെക്കാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ വെച്ചു, എന്നിട്ട് സ്വദറിൽ വെക്കാൻ പറഞ്ഞാൽ സ്വദറിൽ വെച്ചു, അത് റസ്ദിലും സാഴിദിലും കഫിലുമായിട്ട് വെക്കാൻ പറഞ്ഞാൽ അവിടെ തന്നെ വെച്ചു. എന്നിട്ട് പറയുന്നു ഇയ്യാക നഅ്ബുദ്. ആ ഉബൂദിയ്യ, എന്റെ എല്ലാ ആഗ്രഹങ്ങളും, എന്റെ എല്ലാ അഭിലാഷങ്ങളും, എന്റെ എല്ലാ താല്പര്യങ്ങളും, എന്റെ എല്ലാ ഹിതങ്ങളും മറ്റൊന്നിനും വേണ്ടിയല്ല, നിനക്ക് വേണ്ടി, നിന്റെ താല്പര്യത്തിനു വേണ്ടി, നിന്നെ സ്നേഹിച്ചുകൊണ്ട്, നിന്നോടുള്ള മഹബ്ബത്ത് കൊണ്ട് റബ്ബേ ഞാനിതാ കാര്യം ചെയ്യുന്നു. അതാണ് ഉബൂദിയ്യത്ത്. ആ ഉബൂദിയ്യത്തിന്റെ തഹ്ഖീഖിന് വേണ്ടിയാണ് ഇതിപ്പോ ഞാൻ ചെയ്യുന്നു. ഇത് റബ്ബേ നിലനിർത്താനുള്ള സഹായം നിന്റെ ഭാഗത്ത് നിന്നുണ്ടാക്കണം. വഇയ്യാക നസ്തഈൻ, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞാൻ ഇബാദത്ത് ചെയ്യുന്നു. ഉബൂദിയ്യത്ത് നിനക്ക് മാത്രമായി, ആ ഉബൂദിയ്യത്തിനെ പൂർണ്ണ രൂപത്തിൽ എന്നാൽ കഴിയുന്നത്ര പൂർത്തീകരിച്ചുകൊണ്ട് ഉബൂദിയ്യത്ത് നിനക്ക് നൽകുന്നു. എന്നിട്ട് പറയുന്ന കാര്യം വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. എന്ത് കാര്യത്തിന്? നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അറബിയിൽ ആ വാചകത്തിന്റെ സിയാത്ത്, അറബിയിൽ അങ്ങനെ പറയും, സിയാത്ത് എന്ന് പറയും. ആദ്യം എന്ന കാര്യം പറഞ്ഞു, പിന്നെ പിന്നത്തെ കാര്യം പറഞ്ഞു, അങ്ങനെ കാര്യങ്ങൾ ക്രമീകരിച്ച് കോർത്തിണക്കി പറയുന്ന ആ സിയാത്ത് നോക്കിയാൽ അതിൽ നിന്ന് വളരെ വ്യക്തമാണ്
ഞാൻ സഹായം ചോദിക്കുന്ന സഹായം നിനക്ക് ഇബാദത്ത് ചെയ്യാൻ, നിന്നോടുള്ള ഉബൂദിയത്ത് അത് പൂർണ്ണമായി കുറ്റമറ്റ രൂപത്തിൽ നിന്നെ വഴിപ്പെടാൻ, നിനക്കുള്ള അടിമത്വം പൂർത്തീകരിക്കാൻ നീ എന്നെ സഹായിക്കണം. അതാണ് ആദ്യം സഹായം ചോദിക്കുന്നത്. നമ്മളൊക്കെ സഹായം ചോദിക്കുക എന്ന് കേട്ടപ്പോ അത് ദുനിയാവിന്റെ ഏതോ കാര്യത്തിന്റെ നേട്ടത്തിനാണ്. ദുനിയാവിന്റെ നേട്ടങ്ങൾ അതിൽ നമ്മൾ സഹായം ചോദിക്കുന്നത് എത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ആഖിറത്തിന് വേണ്ടി വന്നവനാണ്. ആഖിറത്തിന്റെ കാര്യങ്ങൾ അതിനു വേണ്ടിയുള്ള അമല് ചെയ്യണമെങ്കിൽ ദുനിയാവിൽ ചില സൗകര്യങ്ങൾ വേണം. ആ സൗകര്യങ്ങൾ നിലനിർത്തി തരണം. അത്രേ ദുനിയാവിൽ ആവശ്യമുള്ളൂ. അതും ആഖിറത്തിലേക്കാണ് ബന്ധം. മറിച്ച് ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ വളരെ വലിയ ബേജാറായാൽ, വലിയ പ്രയാസമായാൽ ചിലപ്പോ ആഖിറത്തിന്റെ കാര്യങ്ങളിൽ നമുക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ, വേണ്ടതുപോലെ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ ഫിത്നയിൽ അകപ്പെടാം. ആ ഒരവസ്ഥ വരാതിരിക്കാൻ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നിലനിന്ന് പോകാൻ ആവശ്യമായത് ആ നിലക്കുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദ്, അല്ലാഹുവേ നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു. അതിൽ വേറെ ലക്ഷ്യങ്ങളില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ഉദ്ദേശങ്ങളില്ല. എന്റെ ഉദ്ദേശം, എന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗത്തിൽ പ്രവേശിക്കുക, അവിടെ വെച്ച് നിന്റെ വജ്ഹ് കാണുക. ഇതല്ലാത്ത മറ്റൊരു ലക്ഷ്യവും എന്റെ മനസ്സിലില്ല. അത് ഞാനിത് ചെയ്യുന്നത് അള്ളാഹുവെ നിന്റെ മശീയത്തിന്, നിന്റെ ഹിതത്തിന് പൂർണ്ണമായി വിധേയമായി കൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. എന്റെ എല്ലാവിധ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും താല്പര്യങ്ങളെയും നിന്റെ ഹിതത്തിന് ഞാൻ കീഴ്പ്പെടുത്തി, അടിമപ്പെടുത്തി, കീഴ്പ്പെടുത്തി ഉബൂദിയ്യത്ത് ഞാൻ ഇതാ നിനക്ക് സമർപ്പിക്കുന്നു. ഈ ഇബാദത്തും ഉബൂദിയ്യത്തും പൂർത്തീകരിക്കാൻ നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു. ഇത് തലകുലിച്ച് അള്ളാന്റെ മുന്നിൽ നിന്ന് സ്പന്ദിക്കുന്ന ഹൃദയത്തിന്റെ മീതെ കയ്യും വെച്ച് മറ്റെല്ലാ കാര്യങ്ങളും അത് രണ്ട് മറകൾക്ക് പിന്നിലാക്കി നിർത്തി ഈ കാര്യത്തിൽ മാത്രം ശ്രദ്ധ വെച്ചിട്ട് അള്ളാഹിനോട് പറയുമ്പോ കിട്ടുന്ന ആ ഒരു സന്തോഷം, അതിനപ്പുറം ഒരു സന്തോഷം ഒരു മുഅ്മിന് ഇനി ദുനിയാവിന്ന് കിട്ടാനില്ല. ഇതിലും വലിയ സന്തോഷം ഇനി പരലോകത്തുനിന്ന് കിട്ടാനുള്ളൂ. അത് പരലോകത്തെത്തിയാൽ സ്വർഗത്തില് അള്ളാന്റെ വജ്ഹ് കാണുമ്പോ കിട്ടുന്ന സന്തോഷമായി. ഇത് നമ്മൾ മനസ്സിലാക്കി ആ വിഷയത്തിലേക്ക് വരണം. അതിലേക്കല്ല വരുന്നത്. നമ്മൾ വേറെ കുറെ ചെറിയ ചെറിയ കാര്യങ്ങളുമായി കൊളത്തും വള്ളിയുള്ള കുറെ വിഷയങ്ങൾ അതുമ്മ കൊളത്തി വലിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ നീണ്ടുപോകും. വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് മറന്നു പോകും. കാരണം ജീവിതം ആ രൂപത്തിൽ സങ്കീർണമായിരിക്കുകയാണ്. അങ്ങനത്തെ പ്രശ്നം, ഇങ്ങനത്തെ പ്രശ്നം, ആ സങ്കീർണത, ഈ സംശയം, അതിനെക്കുറിച്ച് സംശയം, ഇതിനെക്കുറിച്ച് സംശയം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. ഇതിൽ നമ്മളെ ആകെ കൂടെ പിശാച്ചിങ്ങനെ അതിൽ കിടത്തിയിട്ട് നമ്മളോട് പ്രയാസപ്പെടുത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ ഇന്ന ശറാഇഅൽ ഇസ്ലാമി ഖദ് കതുറത്, ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഒരുപാട് നിയമങ്ങൾ ഇപ്പോൾ അവതരിച്ചു കഴിഞ്ഞു, അത് വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എനിക്കതെല്ലാ കാര്യങ്ങളും കൂടി റബ്ബേ ഒരേ സമയത്ത് മനസ്സിൽ അത് ഉറപ്പിച്ചു കൊണ്ടു നടക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞാൻ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യം, ഒറ്റ കാര്യം നബിയെ അങ്ങെനിക്ക് പറഞ്ഞു തരണം. അത്തശബ്ബതു ബിഹി, ആ കാര്യം എനിക്ക് മുറുകെ പിടിക്കണം, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകണം. അവരങ്ങനെ വിചാരിക്കുന്നത്. സങ്കീർണതകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വളരെ ലളിതമായിട്ട് മെല്ലെ ദുനിയാവെന്ന് അങ്ങ് രക്ഷപ്പെട്ട് പരലോകം നേടണം. അതാണ് സ്വഹാബത്തിന്റെ ആ ചിന്താരീതി. ആ മൈൻഡ് സെറ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു സ്വഹാബി വന്നിട്ട് പറയാണ്, ഫൈന്ന ശറാഇഅൽ ഇസ്ലാമി ഖദ് കസുറത്, ഇസ്ലാമിന്റെ ശരീഅത്തുകൾ, നിയമങ്ങൾ ഒരുപാട് വർദ്ധിച്ചു. അതെല്ലാം കൂടെ എന്റെ മനസ്സിൽ കൊണ്ടു നടക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ നബിയെ ഒരു കാര്യം എന്നോട് ഉപദേശിക്കണം, ആ കാര്യം ഞാൻ മുറുകെ പിടിക്കാം. അതുമായിട്ട് എനിക്ക് ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടണം, പരലോകത്ത് അല്ലാഹുവിന്റെ രക്ഷ ലഭിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉപദേശിച്ചു, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്,
നിന്റെ നാവ് സദാസമയവും അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് നനഞ്ഞിരിക്കണം. അള്ളാഹുവിനുള്ള ദിക്റിനാൽ, അള്ളാഹുവിനുള്ള സ്മരണയാൽ നിന്റെ നാവ് സദാ സക്രിയമാകണം, നനഞ്ഞിരിക്കണം. കാരണം എല്ലാം അള്ളാന്റെ ദിക്റിന് വേണ്ടിയാണ്. ഇസ്ലാമിന്റെ ശരീഅത്ത് മുഴുവൻ നോക്കിക്കോളും. ഏതൊരു ഇബാദത്ത്, ഏതൊരു ശരീഅത്ത് അള്ളാഹ് വെച്ചോ, വഖീമത്തിസ്സലാഹ്, 5 നേരത്തെ നിർബന്ധമായ നമസ്കാരമാകട്ടെ, അതല്ലാത്ത അതിനു പുറമെയുള്ള മറ്റു നമസ്കാരങ്ങളാകട്ടെ, സക്കാത്താകട്ടെ, അല്ലെങ്കിൽ നോമ്പാകട്ടെ, അല്ലെങ്കിൽ ഹജ്ജാകട്ടെ, അങ്ങനെ തുടങ്ങി നിങ്ങൾ ഏതേത് ഇബാദത്തുകൾ എടുത്തു നോക്കിയാലും ഇതൊന്നും തന്നെ ശറഅക്കപ്പെട്ടിട്ടില്ല. ഇല്ലാ മിൻ അജലി ഇഖാമത്തി ദിക്രില്ല. അല്ലാഹുവിന്റെ ദിക്ർ, അവന്റെ സ്മരണ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ നാവിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ മുഴുക്കെ ആ സ്മരണ നിങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയല്ലാതെ. നിസ്കരിക്കാൻ വേണ്ടിയാ? ഒരു കായികാഭ്യാസമാണോ? അല്ല. മിൻ അജലി ഇഖാമത്തി ദിക്രില്ല. നോമ്പ് നോക്കുന്ന പട്ടിണി അടക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഒബേസിറ്റി, ശരീരത്തിലെ കൊഴുപ്പങ്ങിട്ടില്ലാതാക്കാൻ വേണ്ടിയാണോ? അതുമല്ല. ഇല്ലാ മിൻ അജലി ഇഖാമത്തി ദിക്രില്ല. സക്കാത്ത് എന്തിനാ? വേറുള്ളവരെ പട്ടിണി അകറ്റാനാണോ? അതതിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന മറ്റൊരു ഉപലക്ഷ്യം മാത്രമാണ്. സക്കാത്ത് നിയമമാക്കിയത് ഇല്ലാ മിൻ അജലി ഇഖാമത്തി ദിക്രില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ സ്മരണ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും സമ്പത്തിലും അത് വ്യാപരിച്ച് കാണുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഹജ്ജിലെ ഓരോ കർമ്മവും അള്ളാഹ് ശറഅക്കിയത് ഇല്ലാ മിൻ അജലി ഇഖാമത്തി ദിക്രില്ല. അതുകൊണ്ട് ദിക്റുല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, നിങ്ങൾ ശത്രുവിനെ മുഖാമുഖം കണ്ടുമുട്ടുകയും എന്നിട്ട് ആ ശത്രു നിങ്ങളെ ഇങ്ങോട്ട് ആയുധം കൊണ്ട് പെരുമാറുന്നു, നിങ്ങൾ ആയുധം കൊണ്ട്, വാളുകൊണ്ടും കുന്തം കൊണ്ടും അങ്ങോട്ട് പെരുമാറുന്നു. ഫതദ്രിബു അനാഖഹും, അവരുടെ കഴുത്തിന് നിങ്ങൾ വെട്ടുന്നു, അവർ നിങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് പ്രതിരോധിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള യുദ്ധമടക്കമുള്ള കാര്യങ്ങൾ, ഇതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അതുപോലെ തന്നെ വെള്ളിയും സ്വർണവും, നിങ്ങൾ സമ്പാദിച്ച സ്വർണം അതെടുത്തിട്ട് പാവങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുന്നതിനേക്കാൾ, അതിനേക്കാളും നല്ല കാര്യം പറഞ്ഞു തരട്ടെയോ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, ഇതിലും വലുതേതാ നബിയെ? അതൊന്ന് പറഞ്ഞു തരൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വാക്കിൽ പറഞ്ഞ ഉത്തരം നിങ്ങൾ എത്രയോ തവണ കേട്ടതും മനസ്സിലുള്ളതുമാണ്. ആ ഒരു കാര്യം, ഇതിനൊക്കെ മികച്ചു നിൽക്കുന്ന കാര്യം ദിക്റുല്ലാഹ്, അള്ളാഹുവിനുള്ള ദിക്റാണ്. അതിനവിടെ വന്നത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്തുന്നതും അതുപോലെ തന്നെ നമ്മുടെ മരണം അവിടെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രേഖപ്പെടുത്തുന്നതും അതിനിടയ്ക്കുള്ള കാലം വേറെ കുറച്ച് പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി ജോലി വാങ്ങി കേമനാകാനല്ല. അതൊക്കെ അതിലിടക്ക് നടക്കേണ്ട സൈഡായ ചില കാര്യങ്ങളാ. ദുനിയാവിന്റെ കാര്യമാണ്. നീ ഇവിടെ വന്നത്, നിനക്ക് ഡേറ്റ് ഓഫ് ബർത്ത് തന്നത്, മരണം തന്നത്, അതിലിടക്കുള്ള ഒരു സ്പാൻ ഓഫ് ലൈഫ്, ഒരു ജീവിത കാലയളവ് നിനക്ക് നിശ്ചയിച്ചു തന്നത്, എല്ലാം അള്ളാഹ്ക്ക് ദിക്ർ ചെയ്യാനാണ്. അള്ളാഹ്ക്ക് ദിക്ർ ചെയ്യുന്നത് അള്ളാഹിനോടുള്ള മഹബത്ത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങളൊക്കെ പറയും, ഇതിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ ഹൃദയത്തിൽ ചെറിയൊരു ഇളക്കുണ്ടാകുന്നു. പക്ഷേ സുബൈർ, നീ പോയി, അല്ലെങ്കിൽ ഇവിടത്തെ ഇങ്ങനത്തെ ക്ലാസ്സുകളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളെ മനസ്സ് തടുത്തു. പിന്നെ ഞങ്ങളെ ഏർപ്പാടിൽ തന്നെയാണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പിന്നെ മനസ്സിനൊരു ഇളക്കമില്ല, ഒരു ചലനമില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മുഹർരികാത്തുൽ ഖുലൂബ് അത് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത്, ആ മുഹർരികാത്തുൽ ഖുലൂബ് പറഞ്ഞുകൊണ്ടുവന്നത് അതിൽ അവസാനം അദ്ദേഹം പറയുന്നുണ്ട് 3 കാര്യങ്ങൾ. അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, ഈ 3 കാര്യങ്ങൾ. എന്നാൽ ഈ 2 പറഞ്ഞിട്ടുള്ളത് അത് മഖ്സൂദ് ബിദ്ദാത്ത്, അത് ആ കാര്യത്തിന് വേണ്ടിയല്ല, വേറൊരു കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. അഥവാ പേടിയും പ്രതീക്ഷയും. എന്നാൽ ഹുബ്ബുല്ലാഹ്, മഹബ്ബത്തുല്ലാഹ്, അള്ളാഹിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ വഹുവ അൽ മഖ്സൂദു ബിദ്ദാത്ത്, അത് ആ കാര്യത്തിന് വേണ്ടി തന്നെയാണ്.
എന്നാൽ അള്ളാഹുവിനുള്ള പ്രതീക്ഷയും അള്ളാഹുവിനോട് കുറിച്ചുള്ള ഭയപ്പാടും അത് ഈ ദുനിയാവിൽ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അത് അവസാനിക്കും. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പരലോകത്ത് വന്നാൽ പിന്നെ അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. മുഅ്മിനീങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല, ഭയപ്പെടാൻ കാര്യമില്ല. അവർ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തോനെ പ്രതീക്ഷിക്കാനൊന്നുമില്ല. ഇനിയും ചോദിച്ചോളൂ, പിന്നെ ചോദിക്കാൻ കിട്ടണില്ല. അപ്പൊ പറയും വലദൈനാ മസീദ്, നിങ്ങൾക്ക് ചോദിക്കാൻ അറിയില്ലെങ്കിൽ വേറെ കുറച്ചും കൂടി ഞാൻ കൂട്ടിത്തരാം. അത് വേറെ ബോണസ് കൊടുക്കും. അതുകൊണ്ട് ആ പ്രതീക്ഷകളും പേടികളും അതെല്ലാം ഒരു സമയം വരുമ്പോ പരലോകത്തെത്തുമ്പോ അവസാനിക്കുന്നു. അവസാനിക്കാതെ ഇവിടെ നിലനിൽക്കുന്നത്, പരലോകത്തേക്ക് നീണ്ടുപോകുന്നത് മഖ്സൂദ് ബിദ്ദാത്ത്, അക്കാര്യത്തിനു വേണ്ടി തന്നെ അത് ശറഅക്കപ്പെട്ടിട്ടുള്ളത് മഹബ്ബത്തുല്ലാഹി തബാറക വ തആല, അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ സ്നേഹം, അള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ലെവലുണ്ട് കേട്ടോ, ഒരുപാട് ലെവലുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അള്ളാഹ് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യൂല. അള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉപേക്ഷിക്കൂല. അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അള്ളാഹു സ്നേഹിക്കുന്നവരെ അവൻ സ്നേഹിക്കാതിരിക്കൂല. അള്ളാഹ് സ്നേഹിക്കുന്നവരെ അവൻ സ്നേഹിച്ചേ അടങ്ങൂ. അള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അള്ളാഹു വെറുക്കുന്ന, അള്ളാഹ് കോപിക്കുന്ന ഒരുത്തനോട് സ്നേഹം കാണിക്കാനും പോകൂല. അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹം, അള്ളാഹിനെ സ്നേഹിക്കല്, അള്ളാഹിന്റെ മാർഗത്തിലുള്ള സ്നേഹം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈമാൻ എന്ന് പറയുന്നത് ഒരു പാശമാണെങ്കിൽ, ഒരു കയറാണ് എങ്കിൽ ആ കയറിൽ ഏറ്റവും ഉറപ്പുള്ള ഇഴ ഏതാണ്? അത് അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹം, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള വെറുപ്പ്. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക, ആ മഹബത്ത് വന്നു കഴിഞ്ഞാലുള്ള ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈമാൻ ആ ലെവലിലേക്ക് എത്തുമ്പോ ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നു. ഇപ്പൊ നമുക്ക് അള്ളാഹിനെ കുറച്ചൊരു പേടിയുള്ള ആൾക്കാരുണ്ടാവും, കുറച്ച് അള്ളാഹുവിനൊരു പ്രതീക്ഷ ഉണ്ടാവും. പക്ഷെ മഹബത്ത് വേണ്ടതുപോലെ അങ്ങോട്ട് രൂപപ്പെട്ട് വന്നോ ഇപ്പോഴും സംശയമാണ്. അവനവനൊന്ന് വിലയിരുത്തി നോക്കുക. ഈ 3 കാര്യം പറഞ്ഞതിൽ ഏതാണ് എന്റെ അടുക്കലുള്ളത്? അള്ളാഹിനെ ഭയപ്പെടുക മാത്രം ചെയ്യുകയാണെങ്കിൽ അത് വളരെ അപകടകരമായ പല പ്രവണതകളിലേക്കും കൊണ്ടെത്തിക്കും. അള്ളാഹുവിൽ പ്രതീക്ഷ മാത്രമാണ്, ഭയമില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അധാർമികതയുടെ ചളിക്കുണ്ടിലേക്ക് അങ്ങോട്ട് ഊർന്നിറങ്ങേണ്ടി വരും. അത് രണ്ടും ബാലൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ അവനൊരുപാട് മെച്ചങ്ങൾ ഉണ്ടായിരിക്കും. ഈമാനികമായി ഒരു നല്ല അവസ്ഥ അവന് വരും. ഇത് രണ്ടുകൊണ്ടും തീർന്നോ? ഇത് രണ്ടും 2 ചിറകുകളാണ്. എന്നാൽ ആ പക്ഷിയുടെ ശരീരം എവിടെ? അതാണ് ഹുബ്ബുല്ലാഹ്. അള്ളാഹിനെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ നമ്മൾ? ഒന്ന് വിലയിരുത്തി നോക്കി. അള്ളാഹിനെ സ്നേഹിക്കുന്നു എങ്കിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടൊരു കാര്യം നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് വെറുത്തൊരു കാര്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. അള്ളാഹിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് സ്നേഹിക്കുന്നവരെ നമുക്ക് വെറുക്കാൻ പറ്റില്ല എന്നല്ല, അവരെ നമ്മൾ സ്നേഹിച്ചേ അടങ്ങൂ. അള്ളാഹിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് വെറുക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാനും അവരോട് സഹവാസം പുലർത്താനും അവരെ വാരാട്ടികളായി നടക്കാനും കഴിയില്ല എന്ന് മാത്രമല്ല, അവരെ നമ്മൾ വെറുത്തേ പറ്റൂ. ആ അർത്ഥത്തിലുള്ള ഒരു ഹുബ്ബ് എവിടെ? നമ്മുടെ മനസ്സിൽ ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ അത് രൂപപ്പെട്ടോ? എവിടെ നമ്മുടെ ഈമാൻ? ഈ 3 കാര്യം വന്ന ഹൃദയം ചലിച്ചുകൊണ്ടിരിക്കും, ഹൃദയത്തെ അത് ഇളക്കും. ഇപ്പൊ ഹൃദയം ഇളകുന്നില്ല. ഇപ്പൊ ഹൃദയം ഇളകുന്നത് അപൂർവം കുറഞ്ഞ സന്ദർഭങ്ങളിൽ മാത്രമാണ്. മറിച്ച് മഹബത്തുള്ള മനസ്സിലുണ്ടെങ്കിൽ സദാ നിന്നുകൊണ്ടിരിക്കും. അതിനാൽ ശവാദിലുകൾ നിങ്ങൾ ഉപേക്ഷിക്കുക. അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മെ ശ്രദ്ധ തെറ്റിച്ച് നമ്മെ വ്യാപൃതമാക്കി കളയുന്ന മറ്റു കാര്യങ്ങൾ അത് പരമാവധി ഒഴിവാക്കാൻ നോക്കുക. സ്വവാരിഫുകളിൽ നിന്ന്, നമ്മുടെ അടിസ്ഥാന ലക്ഷ്യത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതിൽ നിന്ന് നമ്മളെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക.
അടിസ്ഥാന കാര്യങ്ങളിലേക്ക് വരിക. ഇന്ന് നമ്മൾ ദീൻ പഠിക്കുകയാണ്, ദീൻ പ്രാക്ടീസ് ചെയ്യാണ് എന്ന് പറഞ്ഞാലും അടിസ്ഥാന വിഷയത്തിലേക്ക് എത്താതെ അപ്പുറത്തും പോയി മാന്തിക്കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും. കാര്യമല്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം കഴിഞ്ഞു. ഈ രണ്ടായത്തോട് കൂടി കഴിഞ്ഞു. അല്ലാഹുവേ, നിനക്ക് മാത്രം ഇബാദത്ത്, അത് ഉബൂദിയ്യത്ത് തഹ്ഖീഖ് ചെയ്തുകൊണ്ട് ഞാനിതാ സമ്മതിക്കുന്നു. റബ്ബേ, ഈ ഇബാദത്തിനും ഉബൂദിയ്യത്തിനും അതിന്റെ പൂർത്തീകരണത്തിന് അത് ജീവിതത്തിലുടനീളം നിന്നെ മാത്രം ഇബാദത്ത് ചെയ്ത് നിനക്കുള്ള ഉബൂദിയ്യത്ത് തഹ്ഖീഖ് ചെയ്ത് മുന്നോട്ട് പോകാൻ നീ സഹായിക്കണം റബ്ബേ. നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ആദ്യം ഞാൻ ചോദിക്കുന്ന സഹായം ഈ ഇബാദത്തും ഉബൂദിയ്യത്തും പൂർത്തീകരിക്കാനാണ്. ഇതൊരു ഭാഗം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അത് ഞാനങ്ങോട്ട് ചെയ്താൽ പോരാ. അത് എന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ നീ പറഞ്ഞ, നീ അനുശാസിച്ച, നീ നിന്റെ പ്രവാചകന്മാർ മുഖേന ലോകത്തെ പഠിപ്പിച്ച ആ രൂപത്തിൽ തന്നെയാവണം. അതുകൊണ്ട് അവര് നബിമാര് മുഖേന ലോകത്തെ നീ പഠിപ്പിച്ചിട്ട് കൊടുത്തിട്ടുള്ള ആ വഴിയിൽ എന്നീ കൂടി ചേർക്കണം. നബിമാരുടെ മാർഗത്തിൽ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ദുആ പൂർത്തിയായി. ഇതാണ് ജീവിതം. ഇതിലേക്ക് വരാതെ വളരെ മാർജിനലൈസ് ചെയ്ത് പോയിട്ടുള്ള കുറെ വിഷയങ്ങൾ ഉണ്ടാകും. അതിലിങ്ങനെ കടിച്ചു തൂങ്ങുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാകും. നമ്മൾ അതിന്റെ മെയിൻ ഗ്രൂവിലേക്ക്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ചാലിലേക്ക് നമുക്ക് എത്താൻ പറ്റാതെ. ഇതാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്. ഞാൻ കുറെ പറഞ്ഞു. അല്ലാഹു അഅലം എത്ര നിങ്ങൾക്കത് ഞാൻ പറഞ്ഞ സെൻസിൽ ബോധ്യപ്പെട്ടു എന്നുള്ളത്. അത് നല്ല നിൽക്കാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അള്ളാഹ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറയാനേ നിവൃത്തിയുള്ളൂ. എനിക്ക് മനസ്സിലായത് ഞാൻ ആയത്തുകൾ കൊണ്ട്, ഹദീസുകൾ കൊണ്ട്, നമ്മുടെ അയിമ്മത്ത് പറഞ്ഞിട്ടുള്ള അഖ്വാലിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന അത്ര ഞാൻ പറഞ്ഞു. ബാക്കി അള്ളാഹ് നിങ്ങൾക്ക് അത് എളുപ്പാക്കി തരട്ടെ. 2, ഹുബ്ബിനെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഹുബ്ബാണ്. അള്ളാഹിനെ സ്നേഹിക്കുക. അള്ളാഹിനെ സ്നേഹിക്കുന്നതിന്റെ ഒരു അടുത്തൊരു ലെവലിൽപ്പെട്ടതാണ് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹം. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹെ സ്നേഹിച്ചുവോ അവരെ സ്നേഹിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യനെ നീ സ്നേഹിക്കുന്നു, എന്തിനു വേണ്ടിയാണ് സ്നേഹിക്കുന്നു? നല്ല ഭംഗിയുള്ള ആളാണ്, എന്തൊരു കാണാൻ രസമുള്ള പയ്യൻ, ആ സ്നേഹം അതിൽ പെടൂല. ഓൻ നല്ല പെരുമാറ്റാണ്, രസികനാണ്, വളരെ നർമ്മബോധമുള്ള നല്ലൊരുത്തനാണ്, അതതിൽ പെടൂല. അവന് പറഞ്ഞാൽ അത്യാവശ്യം സ്വാധീനവും അതുപോലെ തന്നെ എവിടെ പോയാലും ഒരു 4 അണക്ക് പണയം വെക്കാൻ പറ്റിയ സ്വത്താണ്, അതുകൊണ്ട് അവനെ സ്നേഹിക്കുന്നു. ഒരു കാര്യമല്ല. മറിച്ച് അവനെ നീ സ്നേഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പരിഗണനയുടെയും അടിസ്ഥാനത്തിലല്ല. ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. അവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന, അവൻ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു അവനെയും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന അള്ളാഹിന്റെ അടിയാന്മാരിൽപ്പെട്ട ഒരുത്തനാണ് എന്നതുകൊണ്ട് മാത്രം ദീനിന്റെ പേരിൽ അവനെ സ്നേഹിക്കുന്നു. അങ്ങനെ നമ്മൾ എത്ര പേരെ സ്നേഹിക്കുന്നുണ്ട്? ഒന്ന് കണക്കെടുപ്പ് നടത്തി നോക്കി. പരസ്യമായിട്ടല്ല, മനസ്സിലൊരു കാൽക്കുലേറ്റർ ഉണ്ട്, അത് വെച്ചിട്ടൊന്ന് കൂട്ടിപ്പെരുക്കി നോക്കി. ഇന്നോരോടൊക്കെ എനിക്ക് സ്നേഹമുണ്ട്, ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം ഇന്നതാണ്. ചിലപ്പോ പൈസ കടം തിരിയലായിരിക്കും, ചിലപ്പോ വേറെ ചില അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനുള്ള സൗകര്യങ്ങളായിരിക്കും, ചിലപ്പോ അതുമാത്രമായിരിക്കില്ല, വേറെ ചില മറ്റു ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതൊക്കെ തട്ടിക്കിഴിച്ച് മൈനസ് ചെയ്ത് അവസാനം കിട്ടുന്ന അഗ്രിഗേറ്റ് വാല്യൂ അത് അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്ന് പറയാൻ പറ്റിയ എത്ര പേരുണ്ട്? നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ബിലൗഡ് എന്ന് പറയുന്ന ലിസ്റ്റിൽ അള്ളാഹ്ക്ക് വേണ്ടി എന്ന് തട്ടിക്കിഴിച്ച് പറയാൻ പറ്റുന്ന എത്ര ആളുണ്ട്? ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, അതില്ലാതായിപ്പോയി. നമ്മള് കുറ്റം പറയാനായിട്ട് നടക്കാൻ തോന്നും. കുറെ ആൾക്കാരെ കണ്ടാല് അവർക്കെന്താ പണി?
അപ്പൊ അതുമായിട്ടും ബന്ധമല്ല, ഇതുമായിട്ടും ബന്ധമല്ല, മറ്റതുമായിട്ടും ബന്ധമല്ല, മറിച്ചതുമായിട്ടും ബന്ധമല്ല. ആകെയുള്ള പണി മറ്റുള്ളവന്റെ കുറ്റം ഇങ്ങനെ നോക്കി നടക്കുകയാണ് ഭൂതക്കണ്ണാടിയായിട്ട്. അതുപോലെ തന്നെ പറഞ്ഞതിന്റെ അപ്പുറം വായിക്കുകയും വായിച്ചതിന്റെ അപ്പുറം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നടക്കുന്നു. എന്നിട്ട് പരസ്പരം വെറുപ്പുണ്ടാക്കുന്ന, പരസ്പരം അകൽച്ചയുണ്ടാക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നു. നോക്കിയാൽ ആ നോട്ടത്തിൽ ഒരു അകൽച്ച ഉണ്ടാകും, പറഞ്ഞാൽ ആ വാക്കിൽ ഒരു വെറുപ്പുണ്ടാകും. ഇത് നമ്മുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. അൽ ഹുബ്ബു ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുകയാണ് വേണ്ടത്. ഭയങ്കര സ്നേഹം വേണം. റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ നീ അള്ളാഹ്ക്ക് വേണ്ടി ഒരുത്തനോട് സ്നേഹം തോന്നിയാൽ അത് മനസ്സിൽ വെക്കരുത്. നീ അവനോട് പറയണം, ഞാൻ നിന്നെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നു എന്ന് പറയണം. അപ്പോഴേ ആ മനസ്സിലുള്ള കാര്യം പുറത്തേക്ക് ആ സ്നേഹം വഴിഞ്ഞൊഴുകുകയുള്ളൂ. അപ്പൊ അയാളതിന് മറുപടി പറയണം, ഉഹിബ്ബുക ഫില്ലാഹ്, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിന്റെ മാർഗത്തിൽ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അത് തുറന്നു പറയാനാ പറഞ്ഞത്. അപ്പൊ ആള് മറുപടി പറയണം, അഹബ്ബക്കല്ലദീ അഹ്ബബ്തനീ ലഹു, നീ ആർക്കു വേണ്ടി എന്നെ സ്നേഹിച്ചുവോ ആ അള്ളാഹ് നിന്നെയും സ്നേഹിക്കട്ടെ എന്ന് അവനും വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ ഉഹിബ്ബുക ഫില്ലാഹ് നമ്മൾ പറഞ്ഞ എത്ര ആൾക്കാരുണ്ട്? നമ്മുടെ ആ വാക്ക് എത്രത്തോളം സിദ്ഖോട് കൂടിയതാണ്. നമ്മൾ ഒരുപാട് ആളെ കുറ്റം പറയുന്നുണ്ടല്ലോ, ഒരുപാട് ആളുകളുടെ കുറ്റം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ കുറ്റം നോക്കുന്നതിൽ നമ്മൾ ഒരു ഫിലോസഫി തന്നെ ഉണ്ടാക്കിയ മാതിരിയാണ്. എന്നാൽ ഒരു മുസ്ലിമിനെ കുറിച്ച്, ഒരു മുഅ്മിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾക്കത് എങ്ങനെയാണ് മനസ്സിലാവാന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഹദീസിന്റെ ലഫ്ള് ഉദ്ധരിക്കാം. അൽ മുഅ്മിൻ ഗിബ്ബുൻ കരീം വൽ കാഫിറു ഖിബ്ബുൻ ലഈം. രണ്ട് വാക്കിൽ നബി പരിചയപ്പെടുത്തി. ഒരു മുഅ്മിന്റെ സ്വഭാവം ഗിബ്ബുൻ കരീം, ഓ ഗിബ്ബായിരിക്കും. ഗിബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാദാ സീത മുന്നോട്ട് പോകുന്ന വ്യക്തി, എന്തിനേയും തുറന്നു നോക്കി ചൂഴ്ന്നു നോക്കി തുറന്നു നോക്കി ചൂഴ്ന്നു നോക്കുന്ന ആളല്ല. അതിന് ഒരു കാര്യം, ഒരാള് അയാളെ കണ്ടാൽ അയാളെ ചൂഴ്ന്നു നോക്കി അങ്ങോട്ട് അവന്റെ നോട്ടം കണ്ടില്ലേ, ആ നോട്ടത്തിൽ തന്നെ വേറൊന്നുണ്ട്. അവന്റെ അത് കണ്ടില്ലേ, ഇങ്ങനെ ഉള്ളിക്ക് തുറന്നു നോക്കാതെ ഒരു റിപ്പായിട്ടുള്ള സാദാ സീത പോകുന്ന ഒരാളാകണം. കരീം, കടുംപിടുത്തക്കാരനാവരുത്. അവൻ എപ്പോഴും ഉദാരനും തുറന്ന മനസ്സുള്ള അവനായിരിക്കണം. കുറച്ച് ജനറസ് ആയിരിക്കണം, കുറച്ച് ഓപ്പൺ ആയിരിക്കണം. അല്ലാതെ വളരെ വളരെ ഇങ്ങനെ കുത്തി തുറന്ന് നോക്കിയിട്ട് ഒരിക്കലും തുറക്കാത്തൊരു മനസ്സോട് കൂടി കുടിലതയുള്ള ഒരു മനസ്സിന്റെ ഉടമയാകാൻ പാടില്ല. ഇങ്ങനെ ഒക്കെ ആളുകളെ കുത്തി തുറന്ന് നോക്കുന്നത് വലിയൊരു യോഗ്യതയായിട്ട്, അത് പാണ്ഡിത്യമായിട്ട്, ഓ കഴിവുള്ള പ്രവർത്തകൻ, കഴിവുള്ള ആള്, കഴിവുള്ള അറിവുള്ള ആള് എന്നൊക്കെ അവനെ തെറ്റിദ്ധരിക്കുന്നു. അത് തെറ്റാണ്. അൽ മുഅ്മിൻ ഗിബ്ബുൻ കരീം. അത് നിങ്ങൾ ഓർത്തു വെക്കാൻ, നിങ്ങൾക്കും അത് പറയാൻ കിട്ടിയാൽ നല്ലതാ. അൽ മുഅ്മിനു ഗിബ്ബുൻ കരീം. ഒരു മുഅ്മിൻ ഗിബ്ബായിരിക്കണം, സാദാ സീത. ഒരാളൊന്ന് പറഞ്ഞാൽ ആ വാക്കിന് അതിന്റെ മുഖവിലക്കന്നെ നിങ്ങൾ എടുത്തോളൂ. ഓനതങ്ങനെ പറഞ്ഞു വിചാരിച്ചാലും അങ്ങനെ അല്ല എന്ന് കരുതാൻ നടക്കേണ്ട കാര്യം എന്താണ്? ലാ യുളന്നു ബിൽ മുഅ്മിനി ഇല്ലാ ഖൈറ. മുഅ്മിനായ ഒരു സഹോദരനെ കുറിച്ച് നല്ലത് കരുതി മനുഷ്യ. ഒരു മുഅ്മിനായ ഒരു മനുഷ്യനെ കുറിച്ച് നല്ലത് കരുതേണ്ടതിന് പകരം അതിന് വരികൾക്കിടയിൽ ഇങ്ങനുണ്ട്, അങ്ങനുണ്ട്, അങ്ങനെ ആകാം, അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ വളച്ചിരിച്ചു കൊണ്ടുപോണ്ട കാര്യം എന്താ നിനക്ക്? എന്നാൽ ഒരു കാഫിറായ മനുഷ്യൻ ഹിബ്ബുൽ ലഈം, അവനാണ് ഇത്തരം സങ്കീർണതകളും അതുപോലെ തന്നെ കുടിലതകളും എന്നിട്ട് ദുഷ്ടത്തരവും കാണിക്കുന്നവൻ. കുടിലത പുലർത്തുകയും ദുഷ്ടത്തരം കാണിക്കുകയും ചെയ്യുന്നവൻ, അത് കാഫിറിന്റെ സ്വഭാവ. നമുക്കത് ആവശ്യമില്ല. നമുക്ക് കുടിലത വേണ്ട. നമ്മൾ സാദാ നേരവാ നേരപ്പോ, അതാണ് മൂമിൻ. മൂമിൻ എന്ന് പറഞ്ഞാൽ സാദാ സീതയാണ്, നേരവാ നേരപ്പോ. എന്നാൽ ഒരു കാഫിറായ മനുഷ്യനാണെങ്കിൽ അവൻ ഹിബ്ബുൻ, കുടിലതയായിരിക്കും. അവൻ അങ്ങനെ ഇങ്ങനെ വെച്ചു, അത് വെച്ചു, ഇത് വെച്ചു, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നൂഡിൽസ് വേവിച്ചു വെച്ച മാതിരി കാര്യങ്ങൾ ഉണ്ടാക്കും. ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് നേരെ സ്ട്രെയിറ്റ് പ്ലെയിൻ ഓപ്പൺ.
ഇതുണ്ടോ നമുക്ക്? ഈ ഹദീസ് വെച്ചിട്ട് നമ്മൾ ഓരോരുത്തരുടെയും അപ്രോച്ച് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കി. ഞാൻ ആ ഹിബും കരീമാണോ അല്ല ഹിബുൽ ലഈമാണോ? ഞാൻ സാദാ സീതന്റെ ആളാണോ കുറച്ച് ഓപ്പണായ ആളാണോ? അതല്ല ഞാൻ ഹിബ് കുടിലതയാണ് എന്റെ അടുക്കൽ? ഒക്കെ വളഞ്ഞു തിരിഞ്ഞ് ആലോചിക്കുള്ളൂ. ഒക്കത്തിലും നെഗറ്റീവ് 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 തന്നെ. ഒക്കെ അതിലെ ദുഷ്ടത്തരം 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 തന്നെ അങ്ങനെ നോക്കിക്കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല ഒരു മുഅ്മിൻ. ഒരു മുഅ്മിൻ അങ്ങനെ ആയിക്കൂടാ. മുഅ്മിൻ ഹിബ്ബുൻ കരീം, കാഫിർ ഹിബ്ബുൽ ലഈം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ മൈൻഡ് സെറ്റിൽ ഈ മാറ്റം ബോധപൂർവം വരുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ചിലപ്പോ കുറച്ച് വ്യത്യാസം ഉണ്ടാകും. നമ്മൾ ജനിച്ചും വളർന്നും വന്ന സാഹചര്യം കൊണ്ട് അങ്ങനെയൊക്കെ ചില സ്വഭാവം മനുഷ്യരിൽ വന്നിട്ടുണ്ടാകും. അതിന് എന്തേ വഴിയുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ പഠിപ്പിച്ചു തന്നു. അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. എന്റെ ഈ സൃഷ്ടിപ്പ് എത്ര മനോഹരമാണ്, ഈ സൃഷ്ടിപ്പിനെ എത്രത്തോളം നീ മനോഹരമാക്കിയോ അതേപോലെ എന്റെ സ്വഭാവങ്ങളെ നീ നന്നാക്കി തീർക്കണമേ, മനോഹരമാക്കി തീർക്കണമേ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. പലരും എന്താ വെച്ചാൽ ഓരോ സ്വഭാവത്തിൽ ആ വൈകല്യമുണ്ട്, പേഴ്സണാലിറ്റിയിൽ ഈ വൈകല്യമുണ്ട്, ഈ ഡിസോർഡർ ഉണ്ട്, അതിനൊക്കെയുള്ള പരിഹാരം എന്താ? ആ ഡോക്ടറെ അടുത്ത് പോയി അല്ലെങ്കിൽ ഈ കൗൺസിലിംഗിന്റെ അടുത്ത് പോയി അവിടെ കൗൺസിലിംഗ് നടത്തി ഇത് നടത്തി ഇതൊന്നും അല്ല. ആദ്യം വേണ്ടത് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുക. അള്ളാഹ്ക്ക് മാത്രമേ നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കാൻ പറ്റുള്ളൂ. മുഖല്ലിബുൽ ഖുലൂബ് അള്ളയാണ്. മനസ്സിനെയും മനസ്സിന്റെ ആ മൈൻഡ് സെറ്റിനെയും മാറ്റിമറിക്കാൻ കഴിയുന്നവൻ അള്ളയാണ്. അതുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക. ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. എന്റെ സൃഷ്ടിപ്പിനെ മനോഹരമാക്കിയ പോലെ എന്റെ സ്വഭാവത്തെയും നീ മനോഹരമാക്കി തീർക്കണമേ. പിന്നെ ആ ബോധത്തോടു കൂടി അവന്റെ വാക്കിലും അവന്റെ പ്രവർത്തനങ്ങളിലും അവന്റെ സമീപനങ്ങളിലും അവന്റെ ചിന്താരീതികളിലും ഒക്കെ ആ മാറ്റങ്ങൾ വരുത്താൻ ബോധപൂർവമായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹിനോടുള്ള ദുആ കൊണ്ട് അള്ളാഹിന്റെ തൗഫീഖ് അവന് വരാതിരിക്കൂല. എന്നിട്ട് ഒന്ന് ഹിബ്ബും കരീമാകാൻ വേണ്ടിയിട്ട് ആ നിലക്ക് മനസ്സിനെ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഇല്ലെങ്കിൽ പരസ്പരമുള്ള വെറുപ്പുകളും വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും ശത്രുതകളും കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും നമ്മൾക്ക് പഠിക്കാനോ ഇബാദത്ത് ചെയ്യാനോ ഇബാദത്തിൽ മുഴുകാനോ അതിനൊന്നും മനസ്സ് സമ്മതിക്കൂല. മറിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഇയ്യാക നഅ്ബുദൊന്നുമല്ല മനസ്സിൽ വരിക. മറ്റവനോടുള്ള വെറുപ്പ്, മറ്റവനെ എങ്ങനെ അവന്റെ കുതികാല് വെട്ടാം, അവൻ എങ്ങനെ പാര വെക്കാം, അവൻ എങ്ങനെ ഒരു പാഠം പഠിപ്പിക്കാം, അവൻ എങ്ങനെ ഒരു പണി കൊടുക്കാം, ഇതായിരിക്കും പിന്നെ ചിന്ത. അത് പോയിട്ട് ഇയ്യാക നഅ്ബുദു നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആനന്ദദായകമായ ഇയ്യാക നഅ്ബുദു പറയാൻ, എന്നിട്ട് അള്ളാഹ്ക്ക് ദിക്ർ നടത്താൻ, എന്നിട്ട് അള്ളാഹ്ക്ക് ആ അഹ്ദ് കൊടുക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ ഈ മൈൻഡ് സെറ്റ് മാറ്റിയേ പറ്റുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. ഈ മൈൻഡ് സെറ്റ് മാറ്റി മുഅ്മിന് റസൂലുള്ള കൊടുത്ത നിർവചനം നമ്മുടെ വർത്തനങ്ങളിൽ, നമ്മുടെ ബിഹേവിയേഴ്സിൽ, നമ്മുടെ സുലൂക്കിൽ അത് നമ്മൾ വരുത്തണം. അത് വരുത്തണമെങ്കിൽ നമ്മൾ ഹിബ്ബുൻ കരീം, സാദാസീത പോകണം, കുറച്ച് തുറന്ന മനസ്ഥിതിക്കാരനാകണം, കുടിലത ഒഴിവാക്കണം, കുടിലത ഒഴിവാക്കിയിട്ട് ദുഷ്ടത്തരങ്ങൾ ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിന് സാധിക്കൂ. ഇതാണ് രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം, ഇതൊക്കെ തമ്മിൽ ബന്ധമുണ്ടെന്ന ബന്ധമല്ല, നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ മതി. മൂന്നാമത്തെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ഉജ്ബുൻ നഫ്സ്. ഉജ്ബുൻ നഫ്സ്, ഞാൻ തർക്കടില്ല എന്നൊരു തോന്നല് സാധാരണ കുറച്ചൊന്ന് ദീനിനോടൊരു താല്പര്യം തോന്നി തുടങ്ങിയാൽ ആദ്യം പിശാച്ച് ഒരു ഉജ്ബുൻ നഫ്സ് ഇട്ടു കൊടുക്കും. ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ ഇന്ന മിൻ നിഅമത്തില്ലാഹി അലൽ അഅ്ജമിയ്യി വൽ ഹദർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വമ്പിച്ച നിഅമത്തിൽപ്പെട്ടതാണ്, അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ആർക്ക് ചെയ്തു കൊടുക്കുന്ന നിഅമത്ത്? അലൽ അഅ്ജമിയ്യി വൽ ഹദർ, ഒരു ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ദീനറിയാത്ത ഒരു മനുഷ്യൻ, ദീനിനെ കുറിച്ചൊന്നും അറിയാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ഇദാ തനസ്സക
അവർക്ക് ദീനിനോട് താല്പര്യമുണ്ടായി, ജീവിതത്തിൽ അല്പം ത്യാഗമൊക്കെ ഉൾക്കൊള്ളാനും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിയാനും താല്പര്യം കാണിച്ചു വരുന്ന ഒരു ആഴ്ചമി, ദീനറിയാത്തൊരുത്തൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ, അവർക്ക് അല്ലാഹ് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് അൻയുവാതിയ ലഹുമാ സ്വാഹിബ സുന്നത്തിൻ ഫയഹ്മിലഹുമാ അലൈഹാ. അവർക്ക് റസൂലുള്ളാഹിന്റെ സുന്നത്ത് അഥവാ റസൂലുള്ള കാണിച്ചു തന്ന ജീവിത മാർഗം, ആ മാർഗം ശരിക്കറിയുന്ന ഒരു മനുഷ്യനെ അല്ലാഹ് അവർക്കണ്ട് ഏർപ്പാട് ചെയ്തു കൊടുക്കും. അങ്ങനെ അദ്ദേഹം ദീനിനോട് താല്പര്യം ജനിച്ചു വരുന്ന ഇത്തരക്കാരായ ആളുകളെ റസൂലുള്ളാഹിന്റെ വഴിയിലേക്ക് അവരെങ്ങോട്ട് നയിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഒരു സുന്നത്തിന്റെ ഒരാളെ അവർക്ക് കിട്ടുക എന്നുള്ളത് വമ്പിച്ച നിഅമത്തുപ്പെട്ടതാണ്. പക്ഷെ അങ്ങനെ സുന്നത്തറിയുന്ന, സുന്നത്തിന്റെ മാർഗത്തിൽ ജനങ്ങളെ നയിക്കുന്ന, അവരെ ഗൈഡ് ചെയ്യുന്ന ആളുകളെ കിട്ടാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ പിശാച് അങ്ങനെ കിട്ടുന്ന സന്ദർഭത്തിൽ അവരെ തെറ്റിച്ചു വിടുന്നത് കൊണ്ടാകാം, ആദ്യം തന്നെ ഞാൻ തർക്കടില്ല എന്നുള്ളിടത്തേക്ക് കിട്ടുന്നത്. ഞാൻ തർക്കടില്ല എന്നുള്ളിടത്തേക്ക് ഇങ്ങോട്ടെത്തും. അത് ഏറ്റവും അപകടം പിടിച്ചൊരു കാര്യമാണ്. ഇസ്ലാമില് വഴിപിഴച്ചു പോയിട്ടുള്ള കക്ഷികൾ എത്ര കക്ഷികളുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ ഒറ്റ ഉത്തരം പറയും, 72. അതെന്താ? ഹദീസ് ഇഫ്തിറാഖുൽ ഉമ്മ, അത് പല ക്ലാസ്സിലും പറഞ്ഞതാണ്, കേട്ടതാണ്. ജൂതന്മാർ 70 കക്ഷികളായി, 71 കക്ഷികളായി, അതിൽ 70 നരകത്തിലാണ്, 1 സ്വർഗത്തിലാണ്. ക്രൈസ്തവർ 72 കക്ഷികളായി, അതിൽ ഒന്നൊഴിച്ച് 71 നരകത്തിലാണ്. വസതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ. എന്നാൽ എന്റെ സമുദായം അതേ പ്രകാരം തന്നെ 73 കക്ഷികളായി പിരിയാൻ പോകുന്നു. ആ 73 കക്ഷിയിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം നരകത്തിലാണ്. കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വാഹിദ. അപ്പൊ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു സഹാബത്ത്, ഏതാണ് ആ ഒരു വിഭാഗം? ഞാൻ കയ്യിൽ വല്ല സ്ഥാനം കിട്ടണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ജമാഅ, അവരാണ് ജമാഅത്ത്. അപ്പോഴും അവർക്ക് മനസ്സിലായില്ല. അവർ റസൂലുള്ളാഹിനോട് തിരിച്ചു ചോദിച്ചു, എന്താണ് ജമാഅത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, അവർ അലാ മിസ്ലി മാ കാന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഇന്ന് ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു വഴിയിൽ, ഏതൊരു മാർഗത്തിൽ, ഏതൊരു മൻഹജിൽ ചലിക്കുന്നുവോ ആ മാർഗത്തിൽ, ആ വഴിയിൽ മുന്നേറുന്ന ആളുകൾ, അതാണ് അൽ ജമാഅത്ത്. ഇബ്നു മസ്ഊദ് ഒന്നും കൂടി അത് വിശദീകരിച്ചു തന്നു. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ മാ വാഫഖൽ ഹഖ് വഇൻ കുൻത വഹദക്. ഹഖ്, അതിനോട്, ഹഖിനോട് യോജിക്കുന്ന നിലപാടാണ് അൽ ജമാഅ. അതിൽ ആളുകളുടെ എണ്ണത്തിന് പ്രസക്തിയില്ല. നീ ഒറ്റക്കാണെങ്കിലും നീ അൽ ജമാഅത്താണ്. പക്ഷെ അത് ഹഖിനോട് യോജിക്കുന്ന നിലപാടായിരിക്കണം. റസൂലുള്ള പറഞ്ഞ സ്വഹാബത്ത് മനസ്സിലാക്കിയ നബിയും സ്വഹാബത്തും ചരിച്ച അതേ വഴിയാകണം. അതേ വഴിയിൽ നീ പോകുന്നുവെങ്കിൽ നീ ജമാഅത്താണ്. അതേ വഴിയിൽ 10 ആള് പോകുന്നുവെങ്കിൽ ആ 10 ആള് ജമാഅത്താണ്. ആ വഴിയിൽ 1000 ആള് പോയാൽ 1000 ആള് ജമാഅത്താണ്. ആ വഴിയിൽ എണ്ണം എത്ര ഉണ്ട്, എത്ര ആളുകൾ ആ വഴിയിൽ ഉണ്ട് എന്നത് നോക്കിയിട്ടല്ല ജമാഅത്ത് നിശ്ചയിക്കുന്നത്. അവര് ശരിയായ വഴിയിലാണോ അല്ലേ, ആ ശരിയായ വഴിക്ക് പറയുന്ന പേരാണ് അൽ ജമാഅ. ഈ 72 കക്ഷികൾ എങ്ങനെ ഉണ്ടായത്? ആദ്യം 4 വലിയ കക്ഷികളുണ്ടായി, ബ്രോഡായിട്ടുള്ള 4 കക്ഷി ഉണ്ടായി. ആ 4 എണ്ണം 18 എണ്ണം വീതായി. അപ്പൊ 72 ആയിട്ടുണ്ടാവും. 18 × 4 കൂട്ടി നോക്കിയാൽ 72 ആയിട്ടുണ്ടാവും. ഏതാണ് ആ 4 കക്ഷികൾ? ഒന്നാമത്തെ കക്ഷി ഖവാരിജ്, അവര് പിന്നെ 18 ആയി. രണ്ടാമത്തെ കക്ഷി അശ്ശിഅ, ഷിയാത്തു അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കക്ഷി പിടിച്ചിട്ടുള്ള, പക്ഷം പിടിച്ചിട്ടുള്ള ആ വിഭാഗം ഷിയാക്കൾ, അവർ 18. മൂന്നാമത്തേത് അൽ ഖദരിയ്യ, അവരും 18ആയി. ഖദർ നിഷേധിക്കുകയും അല്ലെങ്കിൽ ഖദർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വേറെ രൂപത്തിൽ തെറ്റ് പറഞ്ഞിട്ടുള്ള ആൾക്കാർ. നാലാമത്തേത് മുർജിഅ, ഇർജാന്റെ ആളുകള്. അമല് അത് നിർബന്ധമൊന്നുമില്ല, അള്ളണ്ട് എന്ന് കരുതിയാൽ മതി, കാര്യമൊക്കെ തീർന്നു എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം ഉണ്ടായ ഒരു കക്ഷി, ഏറ്റവും ആദ്യം വന്ന കക്ഷിയാണ് ഖവാരിജികൾ. ആ ഖവാരിജികളുടെ കഥ നിങ്ങൾ എടുത്തു നോക്കൂ. ഖവാരിജികളുടെ കഥ എന്ന് പറഞ്ഞാൽ അതൊരു പ്രവണതയാണ്. അത് എവിടുന്നാ തുടങ്ങുന്നത്?
അത് അള്ളാഹ് തന്നിട്ടുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടി തന്നിട്ടുള്ള ഒരു വസ്തുവാണ് ബുദ്ധി. ബുദ്ധിന്നാണ് തുടങ്ങുന്നത്, അഖലിൽ നിന്നാണ് തുടങ്ങുന്നത്. ബുദ്ധി നമ്മൾ പ്രയോഗിക്കുമ്പോൾ അതിനെ അള്ളാഹു അനുശാസിച്ച രൂപത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് ചാനലൈസ് ചെയ്ത് ഉപയോഗിച്ചാൽ ഓക്കെയാണ്. അതിനെ അള്ളാഹ് വരച്ചു തന്നിട്ടുള്ള 2 വരകളുടെ ഉള്ളിലല്ലാതെ പുറത്തേക്ക് പോയിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിയത് തന്നെയാണ്. അപ്പൊ റീസണിങ്, ലോജിക്, യുക്തിചിന്ത വരും. യുക്തിചിന്ത വന്നാൽ അതവന്റെ നാശാണ്. അത് സമർപ്പണത്തിന്, ഇസ്ലാമിന് എതിരാണ് ആ കാര്യം. ഇപ്പൊ ഇബ്ലീസിന്റെ കാര്യം എടുത്തു നോക്കൂ. ഇബ്ലീസിനോട് അള്ളാഹ് പറഞ്ഞു, മലക്കുകളോടും ഇബ്ലീസിനോടും അള്ളാഹ് പറഞ്ഞു ആദമിന് സുജൂദ് ചെയ്യും. മലക്കുകൾ അള്ളാന്റെ കൽപ്പനക്ക് അതേപടി കീഴ്പ്പെട്ടു, അവർ സുജൂദ് ചെയ്തു, വേറൊന്നും ചോദിച്ചില്ല. ഇബ്ലീസ് പറഞ്ഞു അസ്ജുദു ലിമൻ ഖലഖത തീന, കളിമണ്ണോണ്ടുണ്ടാക്കിയവന് ഞാൻ സുജൂദ് ചെയ്യേ? നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നല്ലേ? തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഞാൻ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യേ? അള്ളാഹ് ചോദിച്ചു മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, ആദമിന് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ ആജ്ഞാപിച്ചപ്പോൾ നിനക്ക് അത് അനുസരിക്കുന്നതിന് തടസ്സം നിന്ന കാര്യം എന്താണ്? ഖാല അന ഖൈറുൻ മിൻ, അവന്റെ ഈ യുക്തി ചിന്ത, ബുദ്ധി പരിധി വിട്ട് അപ്പുറത്തേക്ക് ഉപയോഗിച്ചപ്പോൾ കിട്ടിയ ലോജിക്ക്, ആ ലോജിക്കാണ് അന ഖൈറുൻ മിൻ, ഞാൻ അവനേക്കാൾ നല്ലവനാണ്, മുന്തിയവനാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ തോന്നലാണ് വലിയ പ്രശ്നം. ഞാൻ മുന്തിയവനാണ്, ഞാൻ മുന്തിയവനാണ്, ഞാൻ ഭേദമാണ് അവനേക്കാൾ, അവൻ എന്നെക്കാൾ താഴെയാണ് എന്ന തോന്നല്. അന ഖൈറുൻ മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, അവനെ നീ സൃഷ്ടിച്ചത് അഗ്നിയിൽ മണ്ണിൽ നിന്നാണെങ്കിൽ എന്നെ നീ സൃഷ്ടിച്ചിരിക്കുന്നത് അഗ്നിയിൽ നിന്നാണ്, അതുകൊണ്ട് ഞാൻ അവനേക്കാൾ മുന്തിയവനാണ്. അപ്പൊ അള്ളാഹ് ആ യുക്തിചിന്ത അത് വകവെച്ചു കൊടുത്തില്ല. ഇറങ്ങിക്കോ, എന്റെ ഈ സവിധത്തിൽ നിന്ന് നീ പുറത്തു കടന്നോ. ഫഇന്നക റജീം, നീ എന്റെ എല്ലാവിധ നിഅമത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവനാണ്, നീ ശപിക്കപ്പെട്ടവനാണ്. നിനക്ക് ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ എന്റെ ലഅനത്ത് നിന്റെ മേലുണ്ട്, ഇറങ്ങിക്കോ. കാരണം എന്താ? അവന്റെ ഈ ബുദ്ധി ഉപയോഗിച്ചപ്പോ കിട്ടിയിട്ടുള്ള ഈ യുക്തി ചിന്ത, പരിധി വിട്ട യുക്തി ചിന്ത, അതാണ് അവിടത്തേക്ക് എത്തിയത്. ഈ യുക്തി ചിന്തയാണ് ഖവാരിജുകളുടെ, ഈ പ്രവണതയാണ് ഖവാരിജുകളിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹവാസിൻ ഗോത്രവുമായി യുദ്ധം നടത്തി, ഹുനൈനിൽ വെച്ച് യുദ്ധം നടത്തി. ആ യുദ്ധത്തിൽ വിജയം നേടി, കുറെ സ്വത്തൊക്കെ കിട്ടി. സ്വത്തൊക്കെ കിട്ടിയപ്പോ അള്ളാന്റെ കൽപ്പന പ്രകാരം ആ സ്വത്ത് പലർക്കും വീതിച്ചു കൊടുത്തു. അത് വീതിച്ചു കൊടുത്തത് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് മാത്രമായിരുന്നില്ല. മക്ക വിജയം അടുത്തിടെയാണ് മക്ക കീഴ്പ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ആ മക്ക വിജയം അത് വളരെ വലിയ ഒരു സാമൂഹ്യ മാറ്റത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന്റെ ഒരു മൈൽ സ്റ്റോൺ ആണ്, ഒരു അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ കൽപ്പന പ്രകാരം ചില നേതാക്കന്മാരെ, ചില ഗോത്രത്തലവന്മാർക്കൊക്കെ കുറച്ചു കൊടുത്തു. അത് ഒരുത്തനിങ്ങനെ ദൂരം നിന്ന് നോക്കിയപ്പോ തോന്നി നബിയ ചെയ്തത് പക്ഷപാതപരമാണ്, അത് നമ്മുടെ ബുദ്ധിക്കൊക്കൂല, യുക്തിക്കൊക്കൂല, അത് നീതിയല്ല, അത് അനീതിയുണ്ട് അതിന്. അവനിങ്ങനെ കയറി വന്നിട്ട് നബിയോട് പറഞ്ഞു, അല്പം ശടിച്ചുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ് എഴുതിൽ ഫഇന്നകലം തഅദിൽ, മുഹമ്മദ് നീതി കാണിക്കണം, താങ്കൾ ചെയ്തത് നീതിയല്ല, നീതി കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നീതി ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് നീതി ചെയ്യും? നബിയെ ചെയ്തത് നബിന്റെ തന്നിഷ്ടനുസരിച്ചല്ല, അള്ളാന്റെ കൽപ്പന പ്രകാരമാണ്, അതിന് വഹയുണ്ട്. നബി സഹാബത്തുകൾക്ക് ചോദിച്ചു, അഫലാ തഅ്മനൂനി, നിങ്ങൾക്ക് എന്നെ വിശ്വാസം വരുന്നില്ലേ? അന അമീനു മൻ ഫിസ്സമാ, ആകാശത്തിൽ ഉപരിയിലുള്ളവൻ, അവൻ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളവനാണ് ഞാൻ, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസം വരില്ലേ? ഉമർ ഖത്താബ് പറഞ്ഞു, നബിയെ എന്നെ അനുവദിച്ചേക്കൂ, ഞാൻ അവന്റെ കഴുത്ത് വെട്ടാം, അവന്റെ യുക്തി ചിന്ത, അവന്റെ കഴുത്ത് ഞാൻ എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് വേറൊരു കാര്യത്തിന്റെ തുടക്കാണ്, അവന്റെ മുതുകിൽ നിന്ന് വേറെ ഒരു തലമുറ തന്നെ അവിടെ വരാനുണ്ട്. അവര്
അവരുടെ ഈ യുക്തിയും ബുദ്ധിയൊക്കെ ആയിട്ട് അവര് യുക്തി പ്രയോഗിച്ച് ബുദ്ധി പ്രയോഗിച്ച് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകും. എങ്ങനെ? ഒരു ഉരുവിനെ തുളച്ചുകൊണ്ട് അമ്പ് പുറത്തേക്ക് പോകുന്നത് പോലെ ഇസ്ലാമും തുളച്ചിട്ട് അവർ പുറത്തേക്കാൻ പോകും. പിന്നെ അവർ തിരിച്ചു വരൂല. തുമ്മലായ അഴുതൂല ഇലയി. ആ ഹുറൂജിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ചു വരാന്നുള്ളത് സാധ്യമല്ല. ഹദീസിന്റെ ആദ്യ ഭാഗത്തെക്കാൾ അശദ്ധാണ് ഹദീസിന്റെ അവസാന ഭാഗം. ആദ്യ ഭാഗം യഖ്റുജൂന മിനദ്ദീൻ യംറുഖൂന മിനദ്ദീൻ കമാ തഖ്റുജു സഹ്മു മിനർ റമിയ. ഉരുവിനെ തുളച്ച് അമ്പ് പുറത്തു പോകുന്നത് പോലെ ദീനിനെയും തുളച്ചവർ പുറത്തു പോകും. അത് ഹദീസിന്റെ ആദ്യ ഭാഗം. അതിനേക്കാൾ അശദ് അതിന്റെ അവസാന ഭാഗമാണ്. പിന്നീട് ഒരിക്കലും അവർ തിരിച്ചു വരിക എന്നുള്ളതില്ല. ഇവരുടെ ഒരു സ്വഭാവമാണ്. ഇപ്പൊ നബി നീതിയല്ല ചെയ്തത്, മൂപ്പരടുക്കലാണ് നീതി, മൂപ്പര തലയെ തോന്നിയതാണ് വലിയ നീതി എന്ന് തോന്നിയില്ലേ? ഞാനാണ് മുന്തിയ ആള്, ഏറ്റവും മുന്തിയ ആള് എന്നുള്ളൊരു തോന്നൽ. ഒരിക്കല് നബിയും സഹാബത്തും ഒരു മജ്ലിസിലിരുന്ന് അവരിങ്ങനെ ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഹാബിമാരിൽപ്പെട്ട ചിലര് ഒരു വ്യക്തിയെക്കുറിച്ച് സദസ്സിൽ പരാമർശിക്കണ്ടായി. അയാളെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തൊരു ഇബാദത്തുള്ള വ്യക്തിയാണ്, എത്രത്തോളം ഇബാദത്ത് ചെയ്യുന്നവനാണ്, ജിഹാദിന് വന്നാൽ എന്തുമാത്രം ധീരതയോട് കൂടിയിട്ടാണ് അദ്ദേഹം പടവെട്ടുന്നത്, ജിഹാദിലുള്ള അദ്ദേഹത്തിന്റെ ആ ശൗര്യം, ഇബാദത്തിലുള്ള അദ്ദേഹത്തിന്റെ ത്യാഗം, ദീനിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം, അതൊക്കെ അവരിങ്ങനെ പ്രശംസിച്ചു. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് നല്ലതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരാളിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, നബിയെ, ഞങ്ങൾ ആരെക്കുറിച്ചാണോ ഇതുവരെ പറഞ്ഞത് ആ വ്യക്തിയാണ് വരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അവന്റെ മുഖത്ത് അവന്റെ മുഖത്ത് പൈശാചികതയുടെ പിശാച്ചിന്റെ ഒരു അടയാളം തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ മാതിരിയല്ല, തീയൊക്കെ ഉണ്ടല്ലോ, തീ കൊണ്ടാല് കരുവാളിക്കുന്നത് പോലെ പിശാച്ച് ബാധിച്ചിട്ട് മുഖം കരുവാളിച്ചു പോയിട്ടുണ്ട് അവന്റെ മുഖത്ത്. സഹാബത്താകെ ഞെട്ടി. അവര് ഏറ്റവും നല്ലവൻ മുന്തിക്ക് മുന്തിയത് വല്ലിക്ക് വലുത് എന്ന് കരുതിയ ആളെ കുറിച്ച് റസൂലുള്ള പറയുന്നത് എങ്ങനെയാണ്? അവന് നേരെ നബിയും സഹാബത്തും ഇരിക്കുന്ന സദസ്സിലേക്ക് എത്തിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. സലാം അടക്കി വരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് ചോദിച്ചു, ഹൽ ഹദ്ദസ്ത നഫ്സക അന്നഹു ലാ യൂജദു ഫിൽ ഖൗമി അഹദുൻ ഖൈറുൻ മിൻക. നീ ഇങ്ങനെ അങ്ങോട്ട് വന്നപ്പോ നിന്റെ മനസ്സിനോട് നീ പറഞ്ഞിരുന്നുവോ, ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബി, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ്, അലി ഇബ്നു അബീ താലിബ് തുടങ്ങിയിട്ടുള്ള ഈ മഹാന്മാരായ സഹാബത്തും നബിയും സഹാബത്തും അടക്കിയ ഈ ആളുകളുണ്ടല്ലോ, ഇതിലൊരാളും എന്നെക്കാളും ബെറ്റർ അല്ല, എന്റെ അത്രയും പോരാ, എന്നെക്കാളും താഴെയാണ് ഇവര് എന്ന് നിന്റെ മനസ്സിനോട് നീ പറഞ്ഞോ? നബി നേരെ ഓപ്പണായിട്ടാണ് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു, ഖാല നഅം, അതെ, ഇവരൊന്നും പോരാ എന്ന് അയാളുടെ മനസ്സാളോട് പറയുന്നു. അയാൾ അവരുടെ കൂടെ, അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറേ കൂടി മുന്തിയ സാധനമാണ്, പരിശുദ്ധമായ നെയ്യ്. അതുകൊണ്ട് തന്നെ ഈ മോശപ്പെട്ട അവശരുടെ കൂടെ ഇരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കുറച്ചും കൂടി ദൂരേക്ക് പോയി ഒന്ന് മാറി നിന്നിട്ട് അവിടെ ഒരു വര വരച്ച് അദ്ദേഹം രണ്ടു കാലും ചേർത്ത് വെച്ചിട്ട് അല്ലാഹു അക്ബർ നിസ്കാരം തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ ആർക്ക് പോയിട്ട് വധിക്കാൻ പറ്റും, അവന്റെ കഥ കഴിക്കാൻ പറ്റും? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാൻ ചെയ്യാൻ നബിയെ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് ചെന്ന് നോക്കുമ്പോ അദ്ദേഹം കൈകെട്ടി വളരെ തഖ്വയോട് കൂടി നിസ്കരിക്കുന്ന ആ നിസ്കാരം കണ്ടപ്പോൾ ഫഹാബഹു, അബൂബക്കർ സിദ്ദീഖിന് അത് ഒരു പേടിയുണ്ടാക്കി. ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കണ ഒരാളെ ചെയ്യാൻ കഴിയും? അദ്ദേഹം തിരിച്ചു വന്നു. നബിയെ, ഞാൻ അദ്ദേഹത്തിന്റെ അരികിൽ ചെല്ലുമ്പോൾ അദ്ദേഹം നമസ്കരിക്കുകയാണ്, എനിക്ക് ഉറച്ചില്ല. അപ്പൊ നബി വീണ്ടും ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് അദ്ദേഹത്തിന്റെ കഥ കഴിക്കാൻ പറ്റും? ഉമർ ഖത്താബ് പറഞ്ഞു, ഞാനൊന്ന് നോക്കാൻ നബിയെ. ഉമർ ഖത്താബ് പോയി ചെന്ന് നോക്കുമ്പോഴും അയാളുടെ ആ ഭക്തിയിലുള്ള നിസ്കാരത്തിൽ തന്നെയാണ്. അത് കണ്ടപ്പോൾ അങ്ങനെ നിസ്കരിക്കുന്ന ഒരാളെ എങ്ങനെ വാള് വെക്കും? ഉമർ ഖത്താബ് തിരിച്ചു പോന്നു.
അബൂബക്കർ സിദ്ദീഖിനുണ്ടായ അതേ അനുഭവമാണ് എനിക്കുണ്ടായത് എന്ന് പറഞ്ഞു. അപ്പൊ നബി വീണ്ടും ചോദിച്ചു, ഇനി ആരുണ്ട് അദ്ദേഹത്തിന്റെ കഥ കഴിക്കാൻ? അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, ഞാനൊന്ന് നോക്കാം നബിയെ, നിനക്ക് അവനെ കിട്ടിയെങ്കിൽ നീ തന്നെയാണ് അതിന് യോഗ്യനായ ആള്, അയാളുടെ കഥ കഴിക്കാൻ യോഗ്യൻ നീ തന്നെയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് അങ്ങനെ അദ്ദേഹം നിസ്കരിക്കുന്ന സ്ഥലത്തെത്തി നോക്കുമ്പോ അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹത്തിന് അപ്പോഴേക്ക് സലാം വീട്ടി തടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, നബിയെ, ഞാൻ എത്തിയപ്പോഴേക്കും അയാൾ അവിടുന്ന് സ്ഥലം വിട്ട് കഴിഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന്റെ കഥ കഴിച്ചിരുന്നുവെങ്കിൽ ഈ ഉമ്മത്തിൽ, ഈ സമുദായത്തിൽ രണ്ടാളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരുമായിരുന്നില്ല. അഭിപ്രായ വ്യത്യാസത്തിന്റെ മുഴുവൻ കാരണവും, അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം അദ്ദേഹത്തിൽ നിന്നാണ്. അഥവാ ബുദ്ധി അതിനെ മുഞ്ചിക്കുക, എന്നിട്ട് അത് വെച്ചുകൊണ്ട് പല ജാതി യുക്തിചിന്തകളും കൊണ്ടുവരിക, എന്നിട്ട് ഞാൻ വളരെ മീതയാണ്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ് എന്ന് തോന്നുക. ഈ ലക്ഷണം, ഇതാണ് മനുഷ്യരെ പിഴപ്പിക്കുന്നത്. ദീനിന്റെ പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളെ തന്റെ യുക്തിക്കനുസരിച്ച് ഇങ്ങോട്ട് വ്യാഖ്യാനിക്കും. ഞാൻ പറഞ്ഞതന്നെ ഏറ്റവും വലിയ ശരി, നബി പറഞ്ഞതല്ല, സ്വഹാബത്ത് പറഞ്ഞതല്ല, അയിമ്മത്തുൽ ഇസ്ലാം പറഞ്ഞതല്ല, ഞാൻ മുന്തിയാണ്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാർ, അവശന്മാര്. ഈ ഒരവസ്ഥ, ഇതിലേക്കാണ് ഒട്ടുമിക്ക ആളുകളും എത്തുന്നത്. അത് അവരെ കുപ്പായത്തിന്റെ നീട്ടം നോക്കിയാലോ അല്ലെങ്കിൽ അവരുടെ വേഷം നോക്കിയാലോ അതിലൊക്കെ തന്നെ ചിലപ്പുണ്ടാകും. അവരുടെ നോട്ടത്തിലുണ്ടാകും. അവരൊരു സദസ്സിൽ വന്നിരിക്കുകയാണെങ്കിൽ അവര് അതിൽ വെള്ളം ചേരാതെ അത് വേറെ തന്നെ മണ്ണെണ്ണയും വെള്ളം നിൽക്കണ മാതിരി ഇങ്ങനെ നിൽക്കും. അതെന്തുകൊണ്ടാണ്? അവരോടൊന്ന് സ്വകാര്യമായിട്ട് കൊണ്ടുപോയിട്ട് ചോദിച്ചു നോക്ക്, ഹൽ ഹദ്ദസ്ത നഫ്സക അന്നഹു ലൈസ ബിൽ ഖൗമി അഹദുൻ ഖൈറൻ മിൻക, ഈ ഖൗമിൽ നിന്നെക്കാൾ ഖൈറുള്ള ഒരാളുമില്ല, അവരെക്കാളെല്ലാം വലിയ മുന്തിയാണ് നീയാണ് എന്ന് നിന്റെ മനസ്സ് പറയുന്നുണ്ടോ? എന്താ സംശയം? അവരെന്താ, അവന്മാരൊക്കെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരങ്ങനത്തോല്, അവരിങ്ങനത്തോല്, ഞാനോ, ഞാൻ പരിശുദ്ധമായ നെയ്യ്. ഈ സ്വഭാവം അത് ഈ ഖുറൂജിന്റെ നഫസാണ്, ഖുറൂജിന്റെ നസ്അത്താണ്. ഈ ബിദ്അത്ത്, 4 പ്രമുഖമായ ബിദ്അത്തുകളിൽ ആദ്യമുണ്ടായ ഏറ്റവും അപകടം പിടിച്ചിട്ടുള്ള ബിദ്അത്ത്, അയ്യൂബ് സുഖ്തിയാനി പറഞ്ഞു, പിൽക്കാലത്ത് ഇസ്ലാമിൽ ഏതൊരു ബിദ്അഈ പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ടോ ഇല്ലാ വഫീഹി നഫത്തും മിനൽ ഖുറൂജ്, ആ പ്രസ്ഥാനങ്ങളിലൊക്കെ ഖുറൂജിന്റെ നഫത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് തോന്നുന്നോൾ ആ നിമിഷം അവസാനിപ്പിച്ചേക്ക്. അത് നിങ്ങൾ സത്യത്തിന്റെ വഴിയിലല്ല, നിങ്ങൾ നാശത്തിന്റെ വഴിക്ക് ഇറങ്ങുകയാണ്, ഒരു സംശയമല്ല. മറിച്ച് ഒരാൾക്ക് അവനെ കുറിച്ച് തോന്നേണ്ടത്, ഞാൻ ഏറ്റവും കുറഞ്ഞവനാണ്, ഈ ഖൗമില്, ഈ ഇരിക്കുന്ന സദസ്സിൽ ഏറ്റവും ഫള് കുറഞ്ഞവൻ, ഏറ്റവും താഴ്ന്നവൻ ഞാനാണ് എന്നെനിക്ക് തോന്നാത്തിടത്തോളം എന്റെ കാര്യം പോക്കാം. ഈ തോന്നല് നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടോ? നിങ്ങൾ രക്ഷപ്പെട്ടവരാ. അല്ല, ഞാനൊന്നും കൂടി മീതെയാണ്, ഞാനൊരു പരിശുദ്ധമായ നെയ്യാണ് എന്ന് തോന്നി തുടങ്ങിയോ, ഈ പറഞ്ഞോന്റെ അതേ അവസ്ഥ തന്നെയാണ്. അത് ഖുറൂജിന്റെ നഫസാണ്. അത് ഖുറൂജ് എന്ന് പറയുന്ന ഈ ബിദ്അത്തിന്റെ അതിന്റെ ആദ്യം നമ്മളെ മനസ്സ് അതിലേക്ക് നമ്മൾ എത്തിക്കുന്ന അവിടെയാണ്. അത് ഈ ആ ഭാവം അത് ഒഴിവാക്കണം. ഇനി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എനിക്ക് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരണം. അതിന് ശവാഗലുകളുണ്ട്, സ്വവാരിഫുകളുണ്ട്. ജീവിതം വളരെ സങ്കീർണമാണ്, വളരെ ബഹുലമാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാന പ്രശ്നത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന 100 കാര്യങ്ങളാണ്. ഇന്ന് ജീവിതത്തിൽ നിന്ന് മെല്ലെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഉമർ ഖത്താബ് മരിച്ചു പോണ നേരത്ത് അദ്ദേഹം രക്തസാക്ഷ്യം വരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞ, യാ ലൈതനി ഖറജ്തു മിൻഹാ മാ അലയ്യ വലാ അലിയ, യാ ലൈതനി ഖറജ്തു മിൻഹാ, ഈ ദുനിയാവിൽ നിന്ന് വെല്ലങ്ങട്ട് രക്ഷപ്പെടാൻ എനിക്ക് പറ്റിയിരുന്നുവെങ്കിൽ, മാ അലയ്യ വലാ അലിയ, ഒന്നും അതിലെനിക്കില്ല, പക്ഷെ എനിക്ക് എതിരിലൊന്നും ഒരു നെഗറ്റീവ് മാർക്ക് വീഴാതെ, എതിരിൽ ഒന്നും സംഭവിക്കാതെ മെല്ലെ രക്ഷപ്പെടാൻ പറ്റിയെങ്കിൽ എന്ന ആ പ്രാർത്ഥനയോടെ, ദുആയോടെയാണ് ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വെല്ല അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ദുനിയാവിന്ന് അപകടം വരാതെ രക്ഷപ്പെടുക എന്നുള്ളത് അക്കാലത്ത് പോലും വളരെ സാഹസമുള്ള കാര്യമാണ്.
ഇന്ന് അതിസങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിൽ വളരെ വളരെ പ്രയാസമാണ്. അതിനാൽ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ല. ദിക്റുള്ളയാണ്, അതിനുവേണ്ടിയാണ് നമ്മളവിടെ കൊണ്ടുവന്നത്. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നമ്മുടെ മരണ തീയതിയും രേഖപ്പെടുത്തി അതിനിടയ്ക്കൊരു ജീവിതം നമുക്ക് നിശ്ചയിച്ച് തന്നത് ഈ ദിക്റുള്ളന്റെ ഇഖാമത്തിനു വേണ്ടിയാണ്. അള്ളാഹുവിനുള്ള സ്മരണ അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. എല്ലാ ശറായകളും എല്ലാ ഇബാദത്തുകളും അതിനു വേണ്ടിയാണ്. അള്ളാഹുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ആ ഉബൂദിയത്ത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ശ്വാസോച്ഛ്വാസങ്ങൾ, എന്റെ ജന്മം, എന്റെ മരണം, എന്റെ ജീവിതം, എന്റെ എല്ലാമെല്ലാം ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, താല്പര്യങ്ങൾ, ഹിതങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ ഹിതത്തിന് വിധേയമാണ്. അങ്ങനെ ഞാൻ അവൻ അടിമപ്പെട്ടിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന ഉബൂദിയ്യ, അത് തഹ്ഖീഖിയല, അതിനാ മനുഷ്യവിടെ വരുന്നത്. ആ ഉബൂദിയ്യത്ത് തഹ്ഖീഖ് ചെയ്തുകൊണ്ട് കൈകെട്ടിയിട്ട് മറ്റെല്ലാ കാര്യവും മാറ്റി നിർത്തിയിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോ കിട്ടുന്ന ആ ആനന്ദം, അതിലപ്പുറമുള്ള ഒരു ആനന്ദം ഇനി നമുക്ക് മുഅ്മിനീങ്ങൾക്ക് കിട്ടിയ സ്വർഗത്തിൽ നിന്ന് അല്ലാഹനെ കാണുമ്പോ മാത്രം. വേറെ അതിനേക്കാൾ വലിയൊരു ആനന്ദം വേറല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതിലേക്ക് നമ്മൾ എത്തിക്കുന്ന മുഹർരിക്കാത്തുൽ ഖുലൂബിൽപ്പെട്ടതാണ് അൽ ഹുബ്ബു ലില്ലാഹ്, അൽ ഹുബ്ബു ഫില്ലാഹ്, മഹബ്ബത്തുല്ലാഹ്, അള്ളാഹിനുള്ള സ്നേഹം, അള്ളാഹിനോടുള്ള ഭയപ്പാട്, അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയും ഭയപ്പാടും തീരും. അത് മഖ്സൂദ് ബിദ്ദാത്തല്ല, മഖ്സൂദ് ബിദ്ദാത്ത് മഹബ്ബത്തുല്ലാഹ് വൽ ഹുബ്ബു ലില്ലാഹ് വൽ ഹുബ്ബു ഫില്ലാഹ്. അള്ളാഹിനെ സ്നേഹിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നതിലേക്ക് എത്തണം. ഒന്ന് പരസ്പരം സ്നേഹിക്കൂ മനുഷ്യരെ. അതിന് തടസ്സം നിൽക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിന്റെ കുടിലതയാണ്. അത് മൂമിനിന്റെ സ്വഭാവമല്ല, അവന്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ആകാൻ പാടില്ല. മൂമിനു ഹിബ്ബുൻ കരീം വൽ കാഫിറു ഹിബ്ബുൽ ലഈം വൽ ഫാജിറു ഹിബ്ബുൽ ലഈം. അതുകൊണ്ട് കുടിലതല്ലാതെ സാദാസീതക്കാരനാകാൻ നോക്ക്, ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് നോക്ക്. ഇതിനൊരിക്കലും ഞാനാണ് മുന്തിയൻ എന്ന് തോന്നുകയാണെങ്കിൽ ഈ കുപ്പായ അഴിച്ചു വെച്ചിട്ട് വേറെ എന്തെങ്കിലും വേഷം ധരിക്കലാണ് ഏറ്റവും നല്ലത്. അത് ദീനും തുളച്ച് പുറത്തു പോകുന്നതിന്റെ ആദ്യ ലക്ഷണമാണ്. ഞാൻ ആ പറഞ്ഞെന്ന സംഭവം നിങ്ങൾ ഓർക്കുക. ഹാദാ വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.